എല്ലാവർക്കും ഫുൾ പ്രൂഫ് സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തത് ക്ലാസിക്കൽ ഡാൻസേഴ്സിനെ കുറിച്ചായിരുന്നു. നമ്മൾ ആ ക്ലാസിക്കൽ ഡാൻസേഴ്സ് എല്ലാം കവർ ചെയ്തു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുണ്ട്, സെൽ. സോ അത് നമ്മൾ ഈ ഒരു ക്ലാസ്സിലെ കണ്ടൻറ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മിക്കതും കണ്ടിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ബയോളജിയുടെ ബേസ് ഇല്ലാത്ത കുട്ടികൾക്കും സയൻസ് പഠിക്കേണ്ടതായിട്ട് വരും. ഫിസിക്സ് കെമിസ്ട്രി അവർക്ക് അറിയായിരിക്കും, പക്ഷേ ബയോളജിയുടെ ടേംസും ബയോളജിയുടെ കാര്യങ്ങളും മനസ്സിലാക്കാൻ അവർ ധാരാളം സ്ട്രഗിൾ ചെയ്യുന്ന കാണാം. സോ അങ്ങനെയുള്ള കുട്ടികൾക്കായിരിക്കും ഈ ക്ലാസ് കൂടുതൽ യൂസ്ഫുൾ ആകുക. അത് ബയോളജിയിൽ നല്ല ബേസ് ഉള്ള കുട്ടികളാണെങ്കിൽ ഈ വീഡിയോ 2x സ്പീഡിലിട്ട് കാണുക. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട്. നമുക്ക് ചുറ്റിനുമുള്ള വസ്തുക്കളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ വി നോ ദാറ്റ് അതൊക്കെ രണ്ട് കാറ്റഗറിയിലാണ് പെടുന്നത്. ഒന്ന് ലിവിങ് തിങ്സും രണ്ട് നോൺ ലിവിങ് തിങ്സും. അതിൽ ഈ ലിവിങ് തിങ്സിനെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസാണ്. അതായത് ഇപ്പോൾ നമ്മളെ എടുത്തു കഴിഞ്ഞാൽ, മനുഷ്യരെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഡോഗിനെ കൺസിഡർ ചെയ്താൽ, ഒരു കാറ്റിനെ കൺസിഡർ ചെയ്താൽ, every organism is made up of cell. Okay, cells are arranged in a particular pattern, and hence every living organisms are made up of cells. Hence it is also called as the basic unit of life. അതായത് എല്ലാ ജീവനുള്ള വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ സെല്ലിനെ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്നും പറയാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഒരു ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ഈസ് ഡാഷ്. They will give us 4 options and we have to choose from that. Okay, so every living organisms are made up of cells. You can compare it with the bricks. Bricks of different size, shapes are arranged in a particular pattern to form a house, right? So similarly, organisms are made up of different cells which have different shapes, different size, and they are arranged in a particular pattern to form every organism. I hope you understand my point. Now the next point is that it is a structural and functional unit of an organism. The meaning of this sentence will be very clear to you once you study the contents of the particular chapter in more depth. Okay, സ്ട്രക്ചറൽ ആൻഡ് സെല്ലിനെ നമ്മൾ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം എന്നും പറയാറുണ്ട്. കാരണം ഒരു സെല്ല് അത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളെയൊക്കെ ഈ ഒരു കാണുന്ന ഫോമിൽ വരുന്നത് ആ സെല്ല് ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ആ ഓരോ സെല്ലുകളും അതിൻ്റേതായ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നതും കൊണ്ടാണ് ഒരു ഓർഗാനിസം അങ്ങനെ അതിന് ആ ഒരു ലൈഫ് ഉള്ളത്. സോ അത് എന്താണെന്നും എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, സോ ഫോർ ദ ടൈം ബീങ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ ദിസ് വേ. ഇറ്റ് ഈസ് ഓൾസോ called as the structural and functional unit of a living organism. Okay, in the year 1665 there was a scientist whose name is Robert Hooke. The name is very important, the year is also very important. So in 1665 a scientist named Robert Hooke, what he did, he took a bark of the tree, a thin slice of a bark of a tree, and he observed it under a magnifying lens. So when he observed it under the magnifying lens, what he saw? He saw compartment-like structures like this. He saw structures like this inside that thin bark of cell, which is also called as cork. Okay, he saw certain structures like this compartment-like structures which are separated from each other by certain partition wall. Like these kind of structures, a structure like this he had observed. So what is this? It has a shape of a honeycomb. അല്ലേ, നമ്മളുടെ അതായത് 1665 റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്താ ചെയ്തത്? ഒരു മരത്തിൻ്റെ തൊലി, അതായത് ബാർക്ക് ഓഫ് എ ട്രീ, ഒരു മരത്തിൻ്റെ തൊലി എടുത്തിട്ട് അതിനെ കോർക്കെന്നും നമ്മൾ പറയും. ഓക്കെ, കോക്ക്. ഈ കോക്കിനെ നമ്മൾ മാഗ്നിഫൈങ് ലെൻസിലൂടെ, അന്ന് മൈക്രോസ്കോപ്പ് ഒന്നും അത്ര ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല, അപ്പം പുള്ളി അതിനെ എന്ത് ചെയ്തു? ഒരു മാഗ്നിഫൈങ് ലെൻസിലൂടെ അതിനെ ഒബ്സർവ് ചെയ്തപ്പം അദ്ദേഹം കണ്ടത് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് കണ്ടത്. എന്താണിത്? ഇതിനകത്ത് ആ ഒരു തിൻ സ്ലൈസ് ഓഫ് കോക്ക് സെല്ലിൽ ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലേ? ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ പാർട്ടീഷൻ വോൾസ് ഉണ്ട്. അപ്പോൾ ഇതിനെ അദ്ദേഹം നോക്കിയപ്പം അദ്ദേഹത്തിന് ഇതിനൊരു ഹണി കോമ്പിനോടാണ്. ഹണി കോമ്പ് എന്ന് വെച്ചാൽ നമ്മുടെ തേനീച്ചക്കൂട്. ഓക്കെ, ഒരു ഹണി കോമ്പ് ലൈക്ക് സ്ട്രക്ചറായിട്ട് ഇതിനോട് സിമിലാരിറ്റി തോന്നി. അപ്പം അദ്ദേഹത്തിന് അത് നമ്മളിവിടെ ഒന്ന് നോട്ട് ചെയ്തോണം. ഞാനിവിടെ എഴുതാൻ വിട്ടുപോയി. ഹണി കോമ്പ് ലൈക്ക് എ സ്ട്രക്ചർ, ഹണി കോമ്പ്
like structure. Okay, this is what he observed when he observed a thin slice of cork or a bark of a tree under a magnifying lens. He observed a honeycomb like structure inside in that. Okay, so he called it as cell. Okay, Robert Hooke called this individual compartment as cell. Okay, so Robert Hooke coined the term cell. So this is what we have to study. So another important thing is that he first observed dead cells. Okay, റോബർട്ട് ഹുക്ക് 1665 ഒബ്സർവ് ചെയ്തത് ലിവിങ് സെല്ലിനെയല്ല, ഡെഡ് സെല്ലിനെയാണ് റോബർട്ട് ഹുക്ക് ഒബ്സർവ് ചെയ്തത്. ഇനി ഇൻ 1674 അനദർ സയൻറ്റിസ്റ്റ് ഹൂസ് നെയിം ഈസ് ആൻറ്റൺ വോൺ ലുവൻഹോക്ക്, വാട്ട് ഹി ഒബ്സർവ്ഡ് ലിവിങ് സെൽസ്. Where did he observe? He observed it in a pond of water. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. 1674 ആൻറ്റൺ വാൻ ല്യൂവൻഹോക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ലിവിങ് സെൽസിനെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ഹി ഒബ്സർവ്ഡ് ഇറ്റ് ഇൻ എ പോണ്ട് ഓഫ് വാട്ടർ. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഹണികോം ലൈക്ക് സ്ട്രക്ചർ കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. ഇൻ ദ ഇയർ 1665 ആദ്യമായിട്ട് ഡെഡ് സെൽസ് ഒബ്സർവ് ചെയ്യുന്ന റോബർട്ട് ഹുക്കാണ്. ആദ്യമായിട്ട് ലിവിങ് സെൽസ് ഒബ്സർവ് ചെയ്യുന്നത് ആൻറ്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഓർത്ത് വെക്കുക. ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സെല്ലാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്ത സെല്ലിൻ്റെ ഹണികോംബ് ലൈക്ക് സ്ട്രക്ചറാണ് ഈ കാണുന്നത്. റോബർട്ട് ഹുക്ക് കോക്ക് സെല്ലിൽ ഒബ്സർവ് ചെയ്തത്. ഓക്കെ, ഇനി the term cell is coined by the scientist Robert Hooke. The word cell, which is in Latin means a little room, ഒരു ചെറിയ മുറി എന്നാണ് ലാറ്റിൻ ഭാഷയിൽ സെല്ലിൻ്റെ അർത്ഥം. ഈ സെൽ എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്തത് റോബർട്ട് ഹുക്കാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇനി now the most important thing in this particular chapter is in 1838 a German botanist whose name is Malthias Schleiden. Okay, Malthias Schleiden. In which year? In 1838, and he is a German botanist and his name is Malthias Schleiden. You remember this portion, Schleiden. It is commonly called, there is one theory, cell theory. When we study about that, we will say Schleiden and Schwann. So try to remember this particular name, Schleiden. Okay, he observed a plant cell and he suggested that all plants are made up of different kind of cells and which then forms ടിഷ്യൂസ്. അതായത് 1838 മാൽത്തിയാസ് ഷ്ലീഡൻ എന്ന് പറയുന്ന ഈ ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ഹി ഒബ്സർവ്ഡ് എ പ്ലാന്റ് സെൽ. അദ്ദേഹം ഒരു പ്ലാന്റ് സെല്ല് ഒബ്സർവ് ചെയ്തിട്ട് പറഞ്ഞു, എവറി പ്ലാന്റ് സെൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൽസ് ആൻഡ് these group of cells eventually form tissues. അതായത് ഈ എല്ലാ സെൽസും എല്ലാ പ്ലാന്റ്സും ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് വെച്ചിട്ടാണ്, പല തരത്തിലുള്ള സെൽസ് വെച്ചിട്ടാണ്. ഈ സെൽസ് ആണ് പിന്നീട് ടിഷ്യൂസായിട്ട് പ്ലാന്റ്സിലെ ടിഷ്യൂസായിട്ട് ഫോം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ ഇനി വേറൊരു സയൻറ്റിസ്റ്റും കൂടെ ഉണ്ട്. ഷ്വാൻ എന്ന് പറയും, എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ആനിമൽ സെൽസും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഇതിൻ്റെ വ്യത്യാസം അറിയണം. ബൊട്ടാനിസ്റ്റ്, അതായത് 1838 ഷ്ലീഡൻ എന്താണ് ഒബ്സർവ് ചെയ്തത്? ഹീ സജസ്റ്റഡ് ഹീസ് എ ബൊട്ടാനിസ്റ്റ്, സോ ഒബ്വിയസ്ലി ഹീ ഈസ് റിലേറ്റഡ് ടു പ്ലാന്റ്സ്. അത് ഓർത്ത് വെക്കുക. സോ ഹീ സെഡ് ദാറ്റ് ഓൾ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൽസ് ആൻഡ് വിച്ച് ദെൻ ഫോംസ് ടിഷ്യൂസ് ഇൻ ദ പ്ലാന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമ്മൾ പറഞ്ഞു 1838 ജർമ്മൻ ബൊട്ടാനിസ്റ്റ് മാൽത്തിയാസ് ഷ്ലീഡനാണ് പ്ലാന്റ് സെൽസിനെ ഒബ്സർവ് ചെയ്തതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത വർഷം ഓർത്തു വെക്കാൻ എളുപ്പത്തിനാണ്, അതിൻ്റെ അടുത്ത വർഷം അതായത് 1839 എ ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ഹൂസ് നെയിം ഈസ് തിയോഡർ ഷ്വാൻ. That is why I said you to remember, I asked you to remember Schleiden and Schwann, because these two scientists together formulated the cell theory. So in 1839 a British zoologist whose name is Theodore Schwann, he observed animal cells. അപ്പോൾ ഇദ്ദേഹം എന്താണ് ഒബ്സർവ് ചെയ്തത്? ഇദ്ദേഹം ആനിമൽ സെൽസ് ആണ് ഒബ്സർവ് ചെയ്തത്. അങ്ങനെ ആനിമൽ സെൽസ് ഒബ്സർവ് ചെയ്തപ്പോൾ what he found that cells had a thin outer layer. Okay, he found that all the cells had a thin outer layer, and along with that he also found that the presence of cell wall is a unique character of the plant cell.
there is a cell wall in plant cell, but it is absent in the animal cell. What is cell wall and all will become more clear to you once we start discussing the structure of the cell. Okay, അപ്പം ഇദ്ദേഹം ആനിമൽ സെൽസ് ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി എല്ലാ സെല്ലിനും ഒരു ചെറിയൊരു ഔട്ടർ ലെയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഔട്ടർ കവറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ് സെൽസിൽ മാത്രമാണ് ഈ ഔട്ടർ ലെയറിനെ പുറത്തൂടെയും ഒരു കവറിംഗ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. ആ ഒരു കവറിങ്ങിൻ്റെ പേരാണ് സെൽ വോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹം പറഞ്ഞത് ആനിമൽ സെൽസിൽ ആ സെൽ വോൾ ഇല്ല, പകരം പ്ലാന്റ് സെൽസിൽ മാത്രമേ ആ സെൽ വോൾ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, സോ ദീസ് ടു സയൻറ്റിസ്റ്റ്, ദാറ്റ് ഈസ് മാൽത്തിയാസ് ഷ്ലീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ, they together formulated the cell theory. Cell theory എന്താണ് പറയുന്നത്? Bodies of plants and animals are made of cells and the product of cells. അതായത് നമ്മൾ ആനിമൽ സെൽസ് എടുത്താലും അല്ലെങ്കിൽ പ്ലാന്റ്സ് എടുത്താലും ആനിമൽസ് എടുത്താലും ഇവരുടെ എല്ലാം ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസും അല്ലെങ്കിൽ സെൽസിൻ്റെ പ്രോഡക്ട്സ്, പലതരം പ്രോഡക്ട്സ്, സെൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രോഡക്ട്സും യൂസ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, ബോഡീസ് ഓഫ് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സെൽസ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ദിസ് ക്യാൻ ബി കമ്പയർഡ് ടു എ ബ്രിക്ക് വിത്ത് വിച്ച് വി ബിൽഡ് അവർ ഹൗസ്. Every house is made up of different kinds of bricks which has different shapes, which have different size and all, but when they are arranged in a particular pattern, a house is formed. So every house is unique, no two houses are similar, right? In such a way, in the similar way, or every organisms, whether it be plants or it be animals, they are all made up of cells, and these cells are arranged in a particular pattern so that every organisms are unique in their own way. Okay, in 1855 another scientist whose name is Rudolf Virchow. So in which year? 1855, and the name of the scientist is Rudolf Virchow, and what he said was that he proposed omnis cellulae cellula. This term is very important because sometimes this passage will be asked for competitive examination. So he proposed omnis cellulae cellula. Okay, so what does it mean? Cells, he suggested that cells divide, അതായത് എല്ലാ സെല്ലുകളും ഡിവൈഡ് ചെയ്യും, ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. പുതിയ സെൽസ് ഉണ്ടാകുന്നത് ഈ ഓൾറെഡി ഉള്ള സെല്ലിൽ നിന്നാണ് പുതിയ സെൽസ് ഉണ്ടാകുന്നത്. അദ്ദേഹം ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ച രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? സെൽസ് ഡിവൈഡ് ചെയ്യും. പുതിയ സെൽസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ഓൾറെഡി ഉള്ള സെല്ലുകൾ ഡിവൈഡ് ചെയ്താണ് പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നത്. ഓൾറെഡി ഉള്ള സെല്ലുകൾക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. സോ ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഓക്കെ, അപ്പം he suggested omnis cellulae cellula. Okay, you should remember the name of the scientist. His name is Rudolf Virchow, and he suggested omnis cellulae cellula, and according to him all the cells divide and new cells are formed from the pre-existing cells. Now based on all these, by combining all these things proposed by Schleiden, Schwann as well as Rudolf Virchow, a modified cell theory was suggested, and according to modified cell theory, it states that all living organisms are composed of cells and product of cells. അത് നമ്മൾ ആദ്യമേ പഠിച്ചു. മുമ്പത്തെ സെക്ഷനിൽ നമ്മൾ പഠിച്ചു എല്ലാ ലിവിങ് ഓർഗാനിസംസ്, അതായത് ജീവനുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് സെൽസ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഓൾ സെൽസ് അറൈസ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്, അതായത് പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നത് ഓൾറെഡി ഉള്ള സെല്ലുകൾ ഡിവൈഡ് ചെയ്താണ് പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ മോഡിഫൈഡ് സെൽ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് product of cells, and all cells arise from the pre-existing cells. Okay, ഈ സെൽസ് അതിൻ്റെ സൈസും ഷേപ്പും എല്ലാം ഒരുപോലെ ആയിരിക്കും? ഒരിക്കലും അല്ല, അല്ലേ? നമ്മളിപ്പോൾ ഒരു വീടുണ്ടാക്കുമ്പോൾ നമ്മൾ ബ്രിക്സ് യൂസ് ചെയ്യുന്നു. എല്ലാ ബ്രിക്സും ഒരേ വലുപ്പവും ഒരേ ഷേപ്പും ആണോ? അല്ല. പല ഷേപ്പിലും പല സൈസിലും ഉള്ള ബ്രിക്സ് എല്ലാം കൂടെ അടുക്കിയിട്ടാണ് നമ്മളൊരു വീടുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സെൽസ് വെരി ഇൻ ദർ സൈസ് ആസ് വെൽ ആസ് ദർ ഷേപ്പ്. ഓക്കെ, അപ്പോൾ എല്ലാ സെൽസിനും ഒരേ വലിപ്പവും ഓരോ ഷേപ്പും ആകണമെന്ന് ഇല്ല. സെൽസ് ക്യാൻ ബി മൈക്രോസ്കോപ്പിക് ഓർ ഇറ്റ് ക്യാൻ ബി സീൻ വിത്ത് അവർ നേക്കഡ് ഐ. അതായത് സെല്ലിനെ നമുക്ക് ഇറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് അണ്ടർ സം സെൽസ് ആർ സോ സ്മോൾ ദാറ്റ് ഇറ്റ് ക്യാൻ ബി സീൻ ഓൺലി വെൻ ഒബ്സർവ്ഡ് അണ്ടർ എ മൈക്രോസ്കോപ്പ്. അറ്റ് ദ സെയിം ടൈം സം സെൽസ് ആർ ബിഗ്
such a way, big in such a way manner that they can be seen with our naked eye. That is, we does not need any microscope or any accessories like that to see that cell. അതായത് നമുക്കിപ്പോൾ ഒരു സെല്ലെന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ നമ്മൾ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റാത്തത്ര ചെറുതായിരിക്കും. അങ്ങനെയുള്ള സെല്ലുകളെ കാണണമെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യണം. ചില സെല്ലുകളുണ്ട് നമുക്ക് മൈക്രോസ്കോപ്പ് ഒന്നും വേണ്ട, നമ്മൾ സാധാരണ നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നോക്കുമ്പോൾ കാണുന്ന തരം സെല്ലുകളും ഉണ്ട്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സെല്ലാണ്, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് ഒന്നും ഇല്ലാതെ വിതൗട്ട് യൂസിങ് എനി മൈക്രോസ്കോപ്പ് വി ക്യാൻ സീ എ സെൽ. ആൻഡ് അങ്ങനെയുള്ളൊരു സെല്ലാണിത്. എഗ് ഓഫ് എ ഹെൻ, നമ്മുടെ കോഴിമുട്ട ഇല്ലേ, അത് ഒരു സെല്ലിനുള്ള ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. അതൊരു സിംഗിൾ സെല്ലാണ്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുട്ട കാണാൻ നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെല്ലെന്ന് പറയുന്നത് തീരെ ചെറുതുമാകാം, എന്നാൽ നമുക്ക് മൈക്രോസ്കോപ്പ് ഒന്നും ഇല്ലാതെ കാണാൻ പറ്റുന്നത്ര വലിപ്പമുള്ള സെൽസും ഉണ്ട്. ഓക്കെ, ഇനി എല്ലാ ഓർഗാനിസംസും, എവറി ലിവിങ് ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 categories. One is unicellular and the next thing is multicellular. Unicellular എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ uni means what? Single, അല്ലേ? This particular unicellular organisms are made up of only single cell. Okay, whereas multicellular organisms are made up of many cells. So for example, for a unicellular organisms are organisms like amoeba, then paramecium, then chlamydomonas. All these are examples of unicellular organism. Amoeba, paramecium, chlamydomonas, all these organisms are made up of only a single cell. And whereas multicellular organisms, we like plants, animals, we all belong to the category of multicellular organisms because we are made up of many cells. Okay, നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസിൻ്റെ പേര് പറഞ്ഞില്ലേ, അതിൽ അമീബ എന്ന് പറയുന്നതാണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത്. അതിൻ്റെ ഷേപ്പ് ഒക്കെ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ കാണുന്നത് പാരമേസിയമാണ്. ഇത് ഒരു സ്ലിപ്പർ ലൈക്ക് ഓർഗാനിസമാണ് പാരമേസിയം. അതിൻ്റെ റൈറ്റിങ്സ് ഒന്നും ശ്രദ്ധിക്കേണ്ട. ഇത് കാണുന്നതാണ് ക്ലാമിഡോമോണാസ് എന്ന് പറയുന്ന യൂണിസെല്ലുലാർ ഓർഗാനിസം. ഓക്കെ, ഇത് പടം കുറച്ചൊരു വലുതാണെന്ന് തോന്നുന്നു, ക്ലാമിഡോമോണാസ്. ഓക്കെ, ഇത് ഞാൻ ആ പിക്ചർ ഒന്ന് റൊട്ടേറ്റ് ചെയ്താണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി സെൽസിന് പല ഷേപ്സ് ഉണ്ട്. അതിന് ധാരാളം ഷേപ്പുകളുണ്ട്. കുറച്ച് ഷേപ്പുകളുടെ എക്സാമ്പിൾ നമുക്ക് പറയാം. റൗണ്ട് ഷേപ്പിലുള്ള സെൽസ് ഉണ്ട്. സെൽസ് ഹാവ്സ് ഡിഫറെൻറ്റ് ഷേപ്സ്. So it can be round, it can be oval, it can be spherical, it can be elongated as shown in the figure. The example for elongated cell is tracheoid. All these terms will be explained in the coming classes. Okay, for the time being you remember this name as such because this cannot be explained in such a short span of time. So just remember that. Just for the time being, just remember that elongated example for elongated cell is tracheoid. These are mentioned in the NCERT, so you have to remember that. Then long and pointed at both ends, and this is a shape, so it is long and it is pointed at both ends. Then disc shapes are the columnar cells, and a classic example is the epithelial cells. Then cuboid cells are there. Then nerve cells, everyone knows. For those who have a base in biology, they may be knowing, but for others I will show you the picture. And the nerve cell, it is branched as well as very long. And then WBC has an amoeboid shape, means cells can have irregular shape also. Okay, so WBC has a capacity to change its shape also, that you have to remember. That is why it is said that it is amoeboid shape. And then another is mesophyll cells, and it has round and oval shape. Okay, round and oval shape. Okay, so this way you have to remember. RBCs are round and biconcave, and elongated cells example tracheoid. Then columnar cells example epithelial cells, nerve cells. Then WBCs have amoeboid shape, that you have to remember. That is, it can change its shape. Mesophyll cells are round and oval. Okay, നിങ്ങൾ കാണുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സെല്ലിൻ്റെ ഡിഫറെൻറ്റ് ഷേപ്സ് ആണ്. നർവ് സെൽസ് കണ്ടിട്ടില്ലാത്തവർ നോക്കുക. അത് വളരെ ലാർജാണ്, അതുപോലെ തന്നെ ലാർജല്ല, ലോങ് ആണ്, അതുപോലെ തന്നെ ബ്രാഞ്ച്ഡ് ആണ്. നമ്മൾ ബ്ലഡ് സെൽസിൻ്റെ ഷേപ്പ് കാണുന്നുണ്ട്, റൗണ്ട് ആൻഡ് ബൈകോൺവേവ്. ആ ഡാർക്ക് ഷെയ്ഡ് കാണുന്ന ചെറിയൊരു ബൈകോൺകേവ് നേച്ചറിനെ കാണിക്കുന്നതാണ്. സ്മൂത്ത് മസിൽ സെല്ലിൻ്റെ ഷേപ്പാണ് നമ്മൾ കാണുന്നത്. അത് രണ്ട് സൈഡിലും ഇലോങ്ങേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഈ പിക്ചറിൽ കാണുന്ന കോളംനാർ സെൽസ്, അതായത് ക്യൂബോയിഡ് സെൽസ് ഉണ്ട്, അതെല്ലാം എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ഈ നമ്മൾ കാണുന്നത് വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെയാണ്. അതിന് അമീബോയിഡ് ഷേപ്പാണെന്ന് പറഞ്ഞു. അതിന് ഡിഫറെൻറ്റ് ഷേപ്സ് അക്വയർ ചെയ്യാൻ പറ്റും. അതാണ് ആ പിക്ചറിൽ നമ്മൾ കാണുന്നത്. ഓക്കെ,
ഇനി ഞാൻ പറഞ്ഞു സൈസ്, അതായത് സെല്ലിൻ്റെ സൈസ് എന്ന് പറയുന്നത് അത് എന്ത് ഫങ്ഷനാണോ നമ്മുടെ ബോഡിയിൽ പെർഫോം ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം കൺസിഡർ ആൻ എലഫൻറ്റ് ആൻഡ് എ റാറ്റ്. സോ ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് nerve cell in the elephant is very big and nerve cell in the rat is very small. No, size of a cell has nothing to do with the size of the organism. It only depends upon the function they perform. Maybe the number may vary in elephant and rat, but since the basic function they are doing is same, the size may not be very huge in elephant and it may not be very small in rat. No. So the size of the cell is related to its function. I hope you understand the point. അതായത് നമ്മളിപ്പോൾ ഒരു ആന എടുക്കും, ഒരു ഉറുമ്പിനെ എടുത്തു. ആന വലിയ ശരീരമായതുകൊണ്ട് അതിൻ്റെ സെൽസ് വലുതാവണം എന്നല്ല. ആനയെയും ഉണ്ടാക്കിയിരിക്കുന്നത്, ഉറുമ്പിനെയും ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റാറ്റിനെയും ഉണ്ടാക്കിയിരിക്കുന്ന സെൽസിൻ്റെ വലിപ്പം സെയിം ആയിരിക്കും. ഇപ്പോൾ രണ്ടിലെയും നെർവ് സെൽസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടിലും നെർവ് സെൽസിൻ്റെ ഫങ്ഷൻ സെയിം ആയിരിക്കും. അപ്പം അതിൻ്റെ സൈസും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പിന്നെ എവിടെയാണ് ഡിഫറൻസ് വരുന്നതെന്ന് പറയാൻ മേ ബി ദ ഡിഫറൻസ് ഇൻ ദർ നമ്പർ. ഓക്കെ, അല്ലാതെ ആനയെ വലിപ്പം കൂടുതലായതുകൊണ്ട് അതിലെ സെല്ല് വലുതാവണം. നോ, ദർ ഇസ് നോ സച്ച് തിങ്സ്. ഓക്കെ, ഇനി ദ ലാർജസ്റ്റ് സെൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലാർജസ്റ്റ് സെൽ ഈസ് എഗ് ഓഫ് ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ചിൻ്റെ മുട്ടയാണ് ഏറ്റവും വലിയ സെല്ല്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ സെൽ, ദ സ്മോളസ്റ്റ് സെൽ ഈസ് മൈക്രോപ്ലാസ്മ. ദീസ് ടു ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ദ ലാർജസ്റ്റ് സെൽ ഈസ് എഗ് ഓഫ് ഓസ്ട്രിച്ച് ആൻഡ് സ്മോളസ്റ്റ് സെൽ ഈസ് മൈക്രോപ്ലാസ്മ. ആൻഡ് യു ഹാവ് ടു ജസ്റ്റ് റിമെമ്പർ ദ സൈസ് ഓഫ് ദിസ്, because since it is mentioned in NCERT, now there is a trend of asking these numerical values which is mentioned in the NCERT. For you to be in the safer side, it is better to memorize the size of the microplasma also. Size of microplasma is approximately 0.3 micrometer, and the bacteria, the size of the bacteria is in the range, it can range from 3 to 5 micrometer. Micro means 10 raised to minus 6. Okay, 3 to 5 micrometer, and the size of the RBC is in the range of 7 micrometer. So all organisms, whether it is made up of a single cell or whether it is made up of n number of cells, all these living organisms starts their life from a single cell. Eventually the cells divides and grows, and it grows into a large organism. But every organism, whether it is unicellular or it is multicellular, all these organisms start from a single cell, and it is called as a fertilized egg. And for the time being you study it in that way, because that cannot be, particular term cannot be explained without having the knowledge of some basic other terms. So for the time being you understand it in this way. Every organism, whether it is amoeba or whether it is a plant or animal, every organisms start their life from a single cell. Okay, these single cell then divides and they grow, and then eventually they form an organisms. That is the only thing you have to keep it in mind. So from this portion you have to, from the competitive examination point of view, you have to remember these 2 points, the size of the cell, and which is the largest cell and which is the smallest cell. Okay, now let us discuss something about amoeba. Okay, so amoeba nammal paranju, it's a unicellular organism. Amoeba is a unicellular organism. So when we mentioned about WBC, we mentioned its shape as amoeboid. You know why? Because as you can see that amoeba doesn't have a particular shape or a definite shape. It can be in any form. I had drawn it in this way, and you can draw it in any way you want. The only thing is that it should have some projections like this. Okay, so which means that it doesn't have a definite shape. So the amoeba has some projections which is coming out of its body, and this projection is called as pseudopodia or false feet. Pseudopodia, pseudo means false, podia means feet. So pseudopodia means false feet. This is the way you have to study the technical term. For those students who finds it difficult to study the technical term, try to split it in simpler words and understand the meaning. Then it will be easier for you to memorize the particular word. So pseudopodia, pseudo means what? False. That means it is not real. Podia means feet.
So pseudopodia means false feet. So false feet are the projections from the body of the amoeba, coming out from the body of amoeba. It helps amoeba in movement and capturing the food. Okay, so this is all about amoeba, and I can show you that if some food particle comes here, in this way the amoeba will do what it will enclose the food particle like this, and I can show you it in the picture also. Okay, I will show you in the next slide how amoeba is, and it will come and engulf the food particle like this. Okay, so it can change the shape of the body in any way it wants. It doesn't have a fixed shape. So that is the main thing about amoeba. Okay, so you have to remember the term pseudopodia or false feet. It helps amoeba in movement. It helps amoeba for capturing ഫുഡ് ഓൾസോ. അതായത് മൂവ്മെൻറ്റ്, അതായത് ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ട് നീങ്ങാനും അതുപോലെ തന്നെ ഫുഡ് എൻഗൾഫ് ചെയ്യാനും അമീബേനെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനാണ് എന്തെന്ന് പറയുന്നത്, സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോൾസ് ഫീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളിതിൽ കാണുന്നത് ഒരു അമീബ ഒരു ഫുഡ് പാർട്ടിക്കിൾ കഴിക്കുന്നതാണ് കാണുന്നത്. അതിനടുത്ത് ചെന്നിട്ട് സ്യൂഡോപോഡിയ വെച്ച് അതിനെ എൻഗൾഫ് ചെയ്യുന്നതാണ് കാണുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു എല്ലാ ഓർഗാനിസംസും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ല് കൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ സെല്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ സെല്ലിൻ്റെ അകത്ത് എന്താണുള്ളത് അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഒരു ഹ്യൂമൻ ബോഡി എടുത്താൽ നമുക്ക് കൈയുണ്ട്, കാലുണ്ട് അല്ലേ, നമുക്ക് നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എല്ലാ ഓർഗൻസും ഉണ്ട്. നമ്മളെ സപ്പോർട്ട് നമ്മൾ ഇൻറ്റേർണലി നമുക്ക് ഓർഗൻസ് ഉണ്ട് അല്ലേ. ഈ ഓർഗൻസ് എല്ലാം സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നിങ്ങൾ മറന്നു പോകരുത്. പക്ഷേ ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് പറയുകയാണ് അല്ലേ, നമ്മുടെ ശരീരത്തിലാണെങ്കിലും ധാരാളം ഓർഗൻസ് ഉണ്ട്, ലിവറുണ്ട്, ഹാർട്ടുണ്ട്, എല്ലാത്തിനും എല്ലാം കൂടെ ഒരുമിച്ച് പല ഫങ്ഷൻസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ജീവനോടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സെല്ലിൻ്റെ അകത്തും നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സെല്ലിനകത്ത് ധാരാളം ഓർഗനൽസ് ഉണ്ട്. ഓക്കെ, ഈച്ച് സെൽ ഹാസ് സെൽ ഓർഗനൽസ് ആൻഡ് ഈച്ച് സെൽ ഓർഗനൽ പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ. അതായത് എല്ലാ സെൽസിൻ്റെ അകത്തും ധാരാളം ഓർഗനൽസ് ഉണ്ട്. ഓക്കെ, ആ ഓർഗനൽസിനെല്ലാം ഓരോരോ ഫങ്ഷൻസ് ഉണ്ട്. ആ ഓർഗൻസ് എല്ലാം ആ ഫങ്ഷൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടാണ്. അതായത് നമ്മളുടെ ശരീരത്തിൽ ഒരു കൊച്ചു സെല്ലെടുത്താലും അതിനകത്ത് ഈ സെൽ ഓർഗനൽസ് എല്ലാം കാണും. ആ സെൽ ഓർഗനൽസിന് ഓരോരോ സ്പെസിഫിക് ഫങ്ഷൻസും കാണും. ഓക്കെ, അപ്പം നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഏത് ഓർഗാനിസത്തിലാണെങ്കിലും, ഇപ്പോൾ എൻ്റെ ബോഡിയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ആനിമലിൻ്റെ മറ്റേതെങ്കിലും ഒരു ആനിമലിൻ്റെ ബോഡിയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ ബോഡിയിലാണെങ്കിലും സെൽസ് ഉണ്ടോ, ആ സെൽസിനെല്ലാം ഓർഗനൽസും ഉണ്ടാവും. ഓക്കെ, എല്ലാത്തിലുമുള്ള ഓർഗനൽസും സെയിം ആണ്. അതെല്ലാം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് കൂടുതലും മനസ്സിലായി. ഇപ്പോൾ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു ഓർഗനലുണ്ട് സെല്ലിൽ. അത് എല്ലായിടത്തും ഒരേ ഫംഗ്ഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. അല്ലാതെ ആനിമൽ സെല്ലിൽ അതിന് വേറൊരു ഫംഗ്ഷൻ, പ്ലാന്റ് സെല്ലിൽ വേറൊരു ഫംഗ്ഷൻ, അങ്ങനെയല്ല. എല്ലാ ഓർഗാനിസത്തിലും ഒരേ ഫംഗ്ഷൻ ആയിരിക്കും അത് ചെയ്യുന്നതും. അതുപോലെ തന്നെ എല്ലാ ഓർഗാനിസത്തിലെ സെൽസിലും ഒരേപോലത്തെ ഓർഗനൽസും ആയിരിക്കും ഉള്ളത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓൾ സെൽസ് ഹാവ് ദ സെയിം ഓർഗനൽസ് ഇറസ്പെക്റ്റീവ് ഓഫ് വേർ ദേ ആർ ഫൗണ്ട് ഓർ വാട്ട് ദേ ആർ ഡൂയിങ്. ദാറ്റ് മീൻസ് the cells present in humans, the cells present in dogs or any birds, whatever it may be, in every cell the organelles are same and the functions these organelles performs are also the same, irrespective of in which organisms they are present or what function that particular cell is performing. Every cell has a same organelles. That is what you have to remember. So in the next class we will be discussing about the different cell organelles one by one. From the point of view of a competitive examinations, we will discuss everything, and the contents are prepared after thoroughly referring the previous year question papers of majority of the competitive examinations which are available to me. So I can assure you that if some portion is skipped in this particular series of video, definitely we will cover it up when we discuss the question papers. Okay, so kindly if you like my video, kindly subscribe my channel and share it with your friends. If you feel that my video will be useful to your friends also, kindly share it with your friends. Thank you.